മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഓർമ്മയായിട്ട് 2025 36 വർഷങ്ങൾ കഴിയുകയാണ്. ഒരു കാലത്ത് മലയാളികളുടെ ഇഷ്ട ജോഡികളായിരുന്നു നസീറും ഷീലയും. സിനിമയിൽ മാത്രമല്ല, ഇരുവരും തമ്മിലുള്ള സൗഹൃദവും വളരെ ആഴത്തിലുള്ളതായിരുന്നു. എന്നിട്ടും പ്രേം നസീറിനെ അവസാനമായി കാണുവാൻ ഷീലാമ്മ വരാത്തത് അന്നത്തെ കാലത്ത് വലിയൊരു ചർച്ചയായി. ഇപ്പോഴിതാ നസീറിന്റെ ജന്മദേശമായ ചിറയൻകീഴിലെത്തി ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കുകയാണ് ഷീലാമ്മ. മരിച്ചു കിടക്കുന്ന നസീർ സാറിന്റെ മുഖം കാണാൻ എനിക്ക് വയ്യ. എന്തിനു കാണണം? അതിനാൽ ഞാൻ വന്നില്ല. അന്ന് സ്വീഡനിൽ സഹോദരിക്കൊപ്പമായിരുന്നു താൻ. സാറിന്റെ മരണവിവരം അറിയിച്ചു. ശ്രമിച്ചെങ്കിൽ വരാമായിരുന്നു. പക്ഷെ എന്തിന്? ഞാൻ തീരുമാനിച്ചു. ജീവനോടെ കണ്ട നസീർ സാറിന്റെ മുഖം മനസ്സിലുണ്ട്, അത് മതി. ഷീലാമ്മ പറയുന്നു. ചിറയൻകീഴ് പൗരാവലി സംഘടിപ്പിച്ച പ്രേം നസീർ സ്മൃതി സായാഹ്നത്തിൽ മന്ത്രി KN ബാലഗോപാലിൽ നിന്നും പ്രേം നസീർ പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഇതുവരെ ഉള്ളതിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം തന്റെ മകനായിരുന്നു. ചിറയൻകീഴിലെ ജനത നസീർ സാറിന്റെ പേരിൽ നൽകിയ ഈ പുരസ്കാരം ഇപ്പോൾ എല്ലാത്തിനും മുകളിലാണെന്നും ഷീലാമ്മ പറഞ്ഞു. മലയാളി ഒരു കാലത്ത് ഒന്നടങ്കം ആരാധിച്ചിരുന്ന ആ താരജോഡികളിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ആ വാക്കുകളിൽ നിറയുകയാണ് ഇന്ന് മലയാള സിനിമാ ലോകം. നസീറും ഷീലാമ്മയും ഒരുമിച്ച് അഭിനയിച്ച ഓരോ സിനിമകളും അന്നത്തെ കാലത്തെ തിയേറ്ററുകളിലെ തരംഗമായിരുന്നു. അത്രയേറെ ഒത്തിണങ്ങിയ താരജോഡി വേറെ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് എണ്ണിയാലൊടുങ്ങാത്തത്ര സിനിമകൾ അവർ ഇരുവരും നായകനും നായികയുമായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തികഞ്ഞ സൗഹൃദത്തിൽ തങ്ങളുടെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അവർ ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് സിനിമാ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും മറ്റും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സിനിമാ കലാരംഗത്തെ പരസ്പര സൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, മലയാള സിനിമയുള്ളിടത്തോളം കാലം നിത്യഹരിതനായ പ്രേം നസീറിന്റെ പ്രിയ ജോഡി ഷീലാമ്മയും ഒരിക്കലും മറന്നു പോകുന്നില്ല. അവരുടെ സ്മരണകളിൽ എന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക് 24 മലയാളം.